അമ്മാവന്റെ മുമ്പ് കട ഇവിടെ ഉണ്ടായിരുന്നു, നിങ്ങൾ നടത്തിയിരുന്ന സ്ഥാപനം ഉണ്ടായിരുന്നു. ഒരു തേടി പിടിച്ച് വരുന്നുണ്ടല്ലോ. വരുന്നുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നു. ഇതേ ഉള്ളൂ നമുക്ക് വരുമാനം, ഇതേ ഉള്ളൂ. ഞാനും ചെയ്യും, അമ്മക്ക് അറിയാം. എന്നാലും അമ്മ ഇപ്പം മെയിനായിട്ട് ഈ പണ്ടുതൊട്ടേ വിറകെടുപ്പ് ഗ്യാസൊക്കെ നഷ്ടമാണ്, മുതലാവത്തില്ല. പിന്നെ ഈ തയ്യാറാക്കി എടുക്കുന്ന രുചിയും വ്യത്യാസം വരും. വിറവില്ല വെക്കുന്ന ചീനി വേവിക്കുന്നതും ഇറച്ചിയും വിറകെടുപ്പിലാണ്. ഇവിടെ ചായ അതിന് താഴത്ത് കുടുംബം ജീവിക്കുന്നത് ഈ ഒരു കട കൊണ്ട് തന്നെയാണ്. ഈ ഒരു കടയിലേക്ക് വരണമെങ്കിലുള്ള വഴി എങ്ങനെയാ നമ്മള് പറയാ? കൊട്ടാരക്കരയിൽ നിന്ന് ജംഗ്ഷനിൽ നിന്ന് ഒരു 100 മീറ്റർ കിഴക്കോട്ട് മാറിയ കട്ടപ്പഴം. ഈ പൊലിക്കോടുന്ന് എവിടേക്ക് പോകുന്ന റൂട്ടിലാണ്? അഞ്ചലി കുളത്തൂപ്പഴ എല്ലാം ഈ ഒരു നിലവാരം തുടർന്നും കൊണ്ടുപോകല്ലോ ബീഫിനൊക്കെ. പിന്നെ ഈ ഒരു രുചി നിലനിർത്തി അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ തുടർന്നും കൊടുക്കും. ഇവിടെ അത് തലേന്നടിച്ചിടും, അതിൽ പോരില്ല. അതാ കൈ കഴുകി ചീരിയൊക്കെ കഴുകിയൊക്കെ ഉള്ളി ഇങ്ങനെയും പൊളിക്കാല്ലേ, തോടിളക്കാല്ലേ? അല്ല, ചെയ്തു കൊടുക്കാൻ പറ്റും. തിരുവനന്തപുരത്തേറെ കൊണ്ടുവരുന്നുണ്ട്, ഞാൻ വെച്ച് കൊടുത്ത് ഒന്നിച്ച് വെച്ചു.